ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം? അപ്പോൾ ആദ്യമായിട്ട് റെയിൽവേയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് പേരെ മനസ്സിലുള്ള സംശയമാണ് എന്തൊക്കെ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് കൊണ്ടുപോയിരിക്കണമെന്ന്. ഇപ്പൊ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക, നമ്മളുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഡോക്യുമെന്റുകൾ നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണമെന്ന് ആദ്യമേ തന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് ആധാർ കാർഡിൽ അല്ലെങ്കിൽ ഐ ഡി പ്രൂഫിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് തന്നെ എക്സാമിനേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം എന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ്, നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് മസ്റ്റ് ആയിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഒരു ഐ ഡി പ്രൂഫ് കരുതിയിരിക്കുക. സ്വാഭാവികമായിട്ടും ആധാർ വെരിഫിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ആധാർ കാർഡാണ് കരുതാറുള്ളത്. എന്ന് കരുതി ആധാർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫിന്റെ ഒറിജിനൽ ഉണ്ട് എന്നാണെങ്കിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് നിങ്ങളുടെ ആധാർ കാർഡ് ഒറിജിനൽ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ ആധാർ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഐ ഡി പ്രൂഫുകൾ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിലും നിങ്ങളുടെ നെറ്റിൽ നിന്നും ഈ ആധാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയാണ്. ഫോട്ടോ 2 എണ്ണം വേണോ 3 എണ്ണം വേണോ? ഇനി ഞാൻ റീസെന്റ് ആയിട്ട് എടുത്ത ഫോട്ടോ വേണോ പഴയ ഫോട്ടോ വേണോ? സ്പെക്സ് ഉള്ള ഫോട്ടോ ആയാൽ കുഴപ്പമുണ്ടോ, ഇല്ലാത്ത ഫോട്ടോ ആയാൽ കുഴപ്പമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സാധാരണ രീതിയിൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒറ്റ ഫോട്ടോയാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യം വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയവർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും, അതിൽ ഫോട്ടോയുടെ ഒരു സെക്ഷൻ താഴെയായിട്ട് കിടക്കുന്നുണ്ട് ഫോട്ടോ ഒട്ടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഫോട്ടോ ഒട്ടിക്കേണ്ടത് അവിടെ വെച്ചാണ്, അതായത് എക്സാം സെന്ററിൽ വെച്ച് ആ ഒരു സമയത്താണ് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ടത്. നിങ്ങളുടെ വെരിഫിക്കേഷൻ ഒക്കെ ശേഷമായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് ആ ഹോൾ ടിക്കറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഇനി 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെരിഫിക്കേഷൻ്റെ എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിക്കുകയാണ്, ഇപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂ അവിടെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഫോമിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ കൂടി വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ഫോട്ടോ കരുതാനായിട്ട് പറയുന്നത്. 2 ഫോട്ടോ തന്നെ കരുതുക. ഇനി ഒരു ഫോട്ടോയെ കയ്യിലുള്ളൂ എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. യൂഷ്വൽ കേസിൽ ഒരു ഫോട്ടോയെ ആവശ്യം വരുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് 2 ഫോട്ടോ വേണ്ടി വരും. സോ 2 ഫോട്ടോ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി വരും. നിങ്ങൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാൽ മതി. അതായത് നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള, നിങ്ങൾ എന്താ പറയാ, 2026 ഇത്, അപ്പോൾ 2017 16 ഫോട്ടോ കൊണ്ടൊന്നും പോവാതിരുന്നാൽ മതി. റീസെന്റ് ആയിട്ടൊരു ലാസ്റ്റത്തെ ഒരു 2 വർഷത്തിലൊക്കെ എടുത്താൽ നിങ്ങളുടെ ഫേസിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അതായത് ആ ഒരു ഹോൾ ടിക്കറ്റിലെ ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കൊണ്ടുപോയാൽ മതി. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഇനി അഡ്മിറ്റ് കാർഡ് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, കളർ വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളത്. നിങ്ങൾ ഏത് രീതിയിലുള്ള അഡ്മിറ്റ് കാർഡ് ആണെങ്കിലും കൊണ്ടുപോയാൽ മതി, പ്രോപ്പർ ആയിട്ട് പ്രിന്റഡ് ആയിരിക്കണമെന്ന് മാത്രം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക കളർ പ്രിന്റ് എടുക്കാനാണ്. കാരണം 2 രൂപയ്ക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരു 10 രൂപയ്ക്ക് ഒരു കളർ പ്രിന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഒരു 10 രൂപയ്ക്ക് ഒരു കളർ പ്രിന്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം. നിങ്ങളുടെ ഫോട്ടോ നല്ല ക്ലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ആയില്ല, അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കളർ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നല്ല പക്കയായിട്ട് കളർഫുൾ ആയിട്ടിരിക്കും, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടിയുള്ളൂ എന്നാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുപോയാലും മതി. അങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യപ്പോഴും ഒരു കളർ പ്രിന്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ഇനി ഐ ഡി പ്രൂഫുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണമെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഐ ഡി പ്രൂഫിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ബാക്കപ്പിന് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആധാറാണ് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ഐ ഡി എന്തെങ്കിലും കൂടി ഒരു ബാക്കപ്പ് ഐ ഡി പ്രൂഫായിട്ട് നിങ്ങളുടെ ഒരു ഫയലിൽ വെച്ചേക്ക്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മാത്രം. ഇനി പേന നമുക്കറിയാവുന്ന പോലെ നിങ്ങൾ ഉപയോഗിച്ച് പരിചയമുള്ള ഒരു പേനയൊന്നും അതിൻ്റെ അകത്തോട്ട് കയറ്റില്ല. എക്സാം ഹോളിൽ അവരൊരു പേന തരും. ആ പേന ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുകയും വേണം. ഇനി നിങ്ങൾ എന്തെങ്കിലും പേനയായിട്ട് പോയി കഴിഞ്ഞാൽ അവർ അത് അവിടെ ഇടാൻ പറയും. പിന്നെ അതൊരു വലിയ കാട്ടൊരു ബോക്സിൻ്റെ അകത്ത് അതിലിടാനാണ് പറയുക. ആ ബോക്സിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പേന തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങളുടെ പിൻ പോയിന്റ് ആണ് പേനയെങ്കിൽ എത്ര പിൻ പോയിന്റ് അതിൻ്റെ അകത്ത് കാണും? അതിന് തപ്പിയെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എഴുതിയാൽ ഇടണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നിന്ന് ഓൾറെഡി ഒരു പേന തരും. ആ പേന വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പേനയും കൊണ്ടൊന്നും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മറ്റൊരു സംഭവമാണ്, നിങ്ങൾക്ക് ഈ വാട്ടർ ബോട്ടിൽ, വെള്ളം എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ഒന്നും കയറ്റാനായിട്ട് പറ്റില്ല. വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളും കയറ്റാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഡ്രസ്സിങ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർണമെന്റ്സ്, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് അധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് അതൊന്നും അറിയില്ലായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനി വാച്ച് കയറ്റാൻ പറ്റുമോ? വാച്ചും കയറ്റാൻ പറ്റില്ല, ഇതൊന്നും കയറ്റാൻ പറ്റില്ല. ഓക്കെ, ഈ വക സാധനങ്ങളൊന്നും എന്താണ് നമുക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ RRBയുടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ എക്സാം ഹാളിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒന്നും കൂടി സമ്മപ്പ് ചെയ്ത് പറഞ്ഞു തരാടാ. നമുക്ക്
എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 3 സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് നിങ്ങളുടെ ഒരു ഒറിജിനൽ ID പ്രൂഫ് വേണം, ആധാറോ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഒറിജിനൽ ആയിട്ട് വേണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ഒരു അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് എടുത്ത പ്രോപ്പറായിട്ട് പ്രിന്റ് എടുത്ത ഒരു കോപ്പി വേണം. ഈ 3 സാധനങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരാം. ഇനി മറ്റു ഡ്രസ്സിങ്ങിന്റെയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും അവസാന നിമിഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് അവരുടെ സ്കോർ മാക്സിമം കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. പെട്ടെന്ന് വിളിച്ചോ 8281 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നമ്പറിലോട്ട്. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് തന്നെ എടുക്കണം. അത് സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുത്ത് നിങ്ങൾ കട്ട് ഓഫിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോടാ. ഇനി വരാനിരിക്കുന്ന എല്ലാ റെയിൽവേ പരീക്ഷകൾക്കും ഒരുമിച്ച് അറ്റ് എ ടൈം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെയിൽവേക്ക് വേണ്ടി മാത്രം ഒരു ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറൽ ബാച്ച് ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് NTPC, ഗ്രൂപ്പ് ഡി, അതുപോലെ തന്നെ ALP തുടങ്ങിയ എല്ലാത്തിന്റെയും എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റ് എ ടൈം പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ NTPC വിളിക്കാനായിട്ട് പോവുകയാണ്, നമുക്ക് ഇനി അടുത്ത ഗ്രൂപ്പ് ഡി വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വർഷം 27 എല്ലാ റെയിൽവേ എക്സാമിനേഷൻസും അറ്റ് എ ടൈം ഒരൊറ്റ ബാച്ചിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയടാ. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ട് വാ. ബാക്കി വിശദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്തേക്കാം. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചോ. ഓൾ ദ ബെസ്റ്റ്.